ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് കന്യാകുമാരിയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെയാണ് ഉള്ളതെന്ന്. അപ്പോൾ രാവിലെ തന്നെ 5 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടേക്ക് വന്നേക്കുന്നത് ബോട്ട് സർവീസിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വിവേകാനന്ദ പാറയുണ്ടല്ലോ അവിടെ പോകാനാണ്. അപ്പോൾ ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിരാവിലെ 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കാറുണ്ട്. ഞങ്ങളൊരു 5 മണിയായപ്പോഴേക്കും എത്തി. ശരിക്കും ഒരു 7 മണിക്ക് ശേഷമാണ് ഈ ക്യൂ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. 8 മണി ആകുമ്പോഴാണ് ഇവിടെ ഓപ്പണായി തുടങ്ങുള്ളൂ അത്രേ. 7:30 8 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ കയറ്റി വിടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പോയിട്ട് ക്യൂവിൽ നിന്നാലാണ് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ 300 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അത് ഓൺലൈൻ ബുക്കിംഗ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ടും പോയിട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് വരുന്ന ആ ഒരു സൈഡിലുള്ള ക്യൂ ആണ് കേട്ടോ. അവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഒരു സീസൺ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ എടുത്തേക്കുന്നത് നോർമൽ ടിക്കറ്റാണ്. 75 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. മറ്റേതാണെങ്കിൽ ഒരാളിന് 300 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്കിതിന് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അന്ന് ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ക്യൂവിൽ നിന്നിട്ട് ലാസ്റ്റ് 3 മണി ആയപ്പോഴേക്കും ക്യൂ അവസാനിപ്പിച്ചിട്ട് ബോട്ടിൽ ആൾക്കാരെ കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കാമെന്ന് ഓർത്തത്. അപ്പം ഞാനും അമ്മയും എൻ്റെ ഹസ്ബൻഡും അച്ഛനും കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അനിയനും വൈഫും കുഞ്ഞുങ്ങളൊന്നും വരുന്നില്ല. കാരണം മക്കളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇത്രയും അതിരാവിലെ എഴുന്നേറ്റ് വരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് കേട്ടോ നിൽക്കുന്നത്. ചായയൊന്നും കുടിക്കാതെയാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് നിന്ന ക്യൂ 7:30 8 മണി ആയപ്പോഴേക്കാണ് മുന്നോട്ട് എത്തിയതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അല്ലേ. അത്രയ്ക്കും തിരക്കാണ്. അപ്പോൾ ഈ ഒരു സീസൺ ടൈമിൽ നിങ്ങൾ വരുവാണെങ്കിൽ ബോട്ടിങ്ങിന് കയറുവാണെങ്കിൽ അതിരാവിലെ വന്ന് ക്യൂ നിൽക്കേണ്ടി വരും. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ നിങ്ങൾ ക്യൂ നിന്ന് മാറി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ പിന്നെ ക്യൂവിലേക്ക് കയറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് മെയ് മാസം ആയ കാരണം കൊണ്ട് ഇവിടുത്തെ തമിഴ്നാട്ടിലെ വെക്കേഷൻ സമയമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലോക്കൽ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ക്യൂവിനിടയിൽ തന്നെ വഴക്കടിക്കലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ചില ആളുകൾ ഇങ്ങനെ ക്യൂ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇടയിലൊക്കെ വന്ന് കയറിയിട്ട് ബഹളം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ അവരെ ഇങ്ങനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നടന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയോടെ വേണം ഇവിടെ നിൽക്കാനായിട്ട്. തിരക്കുള്ള സമയത്താണ്. അല്ലാത്ത സമയത്താണെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും കാണില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മളിതേ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ക്യൂ ഇങ്ങനെ കുറേ ബാച്ചായിട്ടാണ് ഇങ്ങനെ വിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളും ഉള്ളിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഈ ഒരു കെട്ടിടം കണ്ടില്ലേ, ഒരു ഓടിട്ട കെട്ടിടം, അവിടെ വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. തൊട്ട് പുറകിൽ നമ്മുടെ കന്യാകുമാരി കടൽ കാണാം. അവിടെ ഇഷ്ടംപോലെ ബോട്ടുകൾ കിടപ്പുണ്ട്. അപ്പോൾ അതിലുള്ള ഏതെങ്കിലുമൊക്കെ ബോട്ടായിരിക്കും നമ്മളെ കൊണ്ടുപോകാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിനനുസരിച്ച് ഇങ്ങനെ മുന്നിലേക്ക് ക്യൂ നീങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങൾ കയറിയ ബോട്ടിൽ 150 പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അത്രയും പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റിയുള്ള ബോട്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ്, വലുതായിട്ട് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. നമ്മൾ നാട്ടിലൊക്കെയാണ് ഒരു ബോട്ട് സർവീസിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ നമ്മളെ ജാക്കറ്റൊക്കെ ഇടാനായിട്ട് പറയും. സേഫ്റ്റിയൊക്കെ നല്ല രീതിയിൽ അവർ നോക്കുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ജാക്കറ്റ് പോലും നമ്മളോട് ധരിക്കണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അവർ. കാരണം അത്രയ്ക്കും ആൾക്കാരെ കുത്തി നിറച്ചാണ് കൊണ്ടുപോകുന്നത്. ഇരിക്കാനുള്ള സീറ്റിന് ആൾക്കാരില്ലാതെ വന്നപ്പോൾ കുറേ പേര് നിന്നിട്ടാണ് പോകുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചിലപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. കാരണം ഇത്രയും തിരക്കിനിടയിൽ പ്രോപ്പറായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റുന്നുണ്ടായില്ല. അത്രയ്ക്കും തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വെക്കേഷൻ കാരണം കൊണ്ടാണ് ഇത്രയും ഇവിടെ ഇങ്ങനെ തിരക്ക് വരാനുള്ള കാരണം. പിന്നെ നമ്മൾ കന്യാകുമാരി വരെ വന്നിട്ട് ഈ ബോട്ടിങ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെ ആയിരിക്കും കേട്ടോ. ബോട്ടിങ്ങിൽ നമ്മൾ പോകുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇവിടുത്തെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്യു ഒക്കെ കാണാനാണല്ലോ. അത് നമുക്ക് മിസ്സാവുകയാണെങ്കിൽ പിന്നെ നമ്മളിവിടെ വരുന്നതിൽ ഒരു അർത്ഥവും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ സ്റ്റേ ഒക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്.
അപ്പോൾ അതേ കണ്ടില്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് തിരക്കാണ്. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴേക്കും ബോട്ടിൻ്റെ അടുത്ത് എത്താറായപ്പോഴേക്കും സ്ത്രീകളെ ഒരു ലൈനിലും പുരുഷന്മാരെ സെപ്പറേറ്റ് ആയിട്ടും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ക്യൂ ആയിട്ട് തിരിച്ചു വിട്ടിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ ഇതിനകത്ത് സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നോക്കാനൊന്നും ആരും ഇല്ല കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് കിട്ടിയ ജാക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് പോയിട്ട് സ്ഥലം പിടിച്ചിരിപ്പായി. അപ്പോൾ ഇതിനുള്ളിൽ വീഡിയോ ഒക്കെ എടുക്കുന്നതിൽ വേറെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ കടൽക്കാറ്റടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. കടലിൻ്റെ ഈ അലകളിലൂടെ ഈ ബോട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നത് നമുക്കത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു വിവേകാനന്ദ റോക്ക് വരുന്നത്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇത്രയും ജനങ്ങളാണ് ഈ ഒരു ബോട്ടിൽ വന്ന് ഇറങ്ങിയേക്കുന്നത്. നമ്മളിവിടെ വന്ന് ഇറങ്ങുന്നതിനനുസരിച്ച് മറ്റുള്ള ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ വന്നിട്ടുള്ള ഒരു ബോട്ട് അവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാനൊരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ ചെരുപ്പ് കൊടുക്കുക. നമുക്കിവിടെ വിവേകാനന്ദ പാറയിൽ കയറുന്നതിന് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി അവിടെ പേ ചെയ്തിട്ടാണല്ലോ വന്നത് ബോട്ടിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ടിക്കറ്റൊന്നും എടുക്കേണ്ട കാര്യമില്ല, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് കയറാൻ പോവുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വരുമ്പോഴത്തേക്കും ഒന്നുകിൽ രാവിലെ വരിക കേട്ടോ, അതിരാവിലെ വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈം ആ ഒരു സമയത്ത് വരിക കേട്ടോ. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ ഉച്ച സമയത്ത് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിലാണ് കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്. മെയ് മാസം ആയ കാരണം കൊണ്ട് ചൂടും അധികമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റിയത് 8:30-ക്കാണ് കേട്ടോ. 8:30 അല്ല, 9 മണിയോളം ആയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നല്ല പൊരിയുന്ന വെയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് എത്തിപ്പെട്ട ആ ഒരു ആശ്വാസത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അത് ഈ ആൾക്കാർ താഴേക്ക് പോകുന്നവരെ കണ്ടു, അത് അവർ ബോട്ടിൽ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. അവരൊക്കെ ഒരുപാട് നേരത്തെ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതേ വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് പോകാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിവേകാനന്ദ പാറയെക്കുറിച്ച് ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെ പലർക്കും അറിയാമായിരിക്കും അല്ലേ. 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ വിവേകാനന്ദ സ്വാമികൾ ഈ കടൽ നീന്തി കടന്ന് ഇവിടെ വന്നിരുന്ന് ധ്യാനിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു വിവേകാനന്ദ പാറ സ്മാരക സമിതിയായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് കണ്ടിരിക്കേണ്ട ഒരു അത്ഭുതം നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം ഈ കന്യാകുമാരി കടലിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത്. ബോട്ടിലൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബുണ്ട് കേട്ടോ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും തിരക്കായ കാരണം കൊണ്ടാണ് നമുക്ക് ആ ഒരു ലൈവ് ആയിട്ടുള്ളതൊന്നും എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം മ്യൂട്ട് ചെയ്യേണ്ടി വന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നേനെ അത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുള്ള കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ബഹളവും ഒക്കെയാണ്. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വിവേകാനന്ദ മണ്ഡപത്തിനുള്ളിൽ നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈലൻറ്റിൽ ഇടുകയോ ചെയ്യാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചെരുപ്പ് നമ്മൾ ഓൾറെഡി അവിടെ സൂക്ഷിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇടാതെയാണ് ഉള്ളിലേക്ക് കയറേണ്ടത്. ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരുന്ന് നമുക്ക് കുറേ നേരം നമുക്ക് വിശ്രമിക്കാം. എത്ര സമയം വേണമെങ്കിലും നമുക്ക് വിശ്രമിക്കാം കേട്ടോ. കാരണം വൈകുന്നേരം 4 മണി വരെ ഇവിടെ സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എപ്പോഴാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത് നമ്മുടെ ഇഷ്ടമാണ്. ഇതിനുള്ളിൽ ഒരിക്കൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എല്ലായിടത്തും കണ്ടതിന് ശേഷം തിരികെ പോകാം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊരു സമയം ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഇതിനുള്ളിൽ തന്നെ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു മണ്ഡപമുണ്ട്, വിവേകാനന്ദ മണ്ഡപം. നമുക്ക് അവിടെ
പോയിരുന്നിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ധ്യാനം ചെയ്യാം കേട്ടോ. അപ്പം ഞാനും ഹസ്ബൻഡും അമ്മയും അച്ഛനും കൂടി അതിനുള്ളിൽ കയറി. ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാണ് പുറത്തേക്ക് വന്നത്. പക്ഷെ അതിനുള്ളിൽ കയറുമ്പോഴേക്കും ഫോൺ സൈലൻ്റാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ശബ്ദിക്കാനൊന്നും പാടില്ല. കുട്ടികളെയൊന്നും അതിനുള്ളിൽ കയറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സൈലൻ്റായിട്ട് കുറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പായൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് തറയിൽ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ മുതിർന്ന ആൾക്കാരാണ്, നല്ല പ്രായമുള്ളവരാണെങ്കിൽ അവിടെ ചെയറിൽ ഇരുന്നിട്ട് കുറേ നേരം സൈലൻ്റായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരമൊന്നും ഇരുന്നില്ല, ഒരു 15 മിനിറ്റോളമാണ് ഇരുന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഒരു 1.5 മണിക്കൂർ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മടുപ്പ് തോന്നി തുടങ്ങും. കാരണം കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്, മാത്രമല്ല നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട്. പിന്നെ താഴേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ സൂര്യോദയം നടക്കുന്ന ഓരോ മാസത്തെ സമയവും അവിടെ ഒരു കലണ്ടറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഒരു ഗ്രാഫ് പോലെ അവർ വരച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതുവഴി എല്ലായിടത്തും കരിങ്കല്ലിലുള്ള സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പിൽ തന്നെ വൈറ്റ് കളറിലുള്ള ഒരു പെയിൻറ് അടിച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ കാലിൽ പൊള്ളലേൽക്കത്തില്ല, വെയിലിൻ്റെ ഒരു ചൂട് നമുക്ക് അടിക്കത്തില്ല കേട്ടോ. അല്ലാത്ത സ്ഥലത്തൂടെ നടക്കുകയാണെങ്കിൽ കാല് നന്നായിട്ട് ചുട്ടു പൊള്ളും. അങ്ങനെ നമ്മൾ നടന്ന് നേരെ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴേക്കും ഇവിടെ ജെൻസിനും ലേഡീസിനായിട്ടുള്ള ടോയ്ലറ്റ് സെക്ഷൻ കാണാം. അപ്പോൾ അവിടെ ഈ ഒരു ബുക്ക് സ്റ്റാൾ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ടോയ്ലറ്റ് താഴോട്ടാണ് പോവേണ്ടത്. ഇവിടെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ ഇവിടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ബുക്സൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പം ഞങ്ങളതൊന്നും എടുത്തില്ല. പിന്നെ ഇതിനിടയിൽ തന്നെ കടലിലേക്കൊന്ന് നോക്കിയപ്പോഴേക്കും ബോട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നത് കാണാം. അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ എനിക്ക് ഈ വെയിലടിക്കുന്ന കാരണം കൊണ്ട് ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല, വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ, ഇതാണെങ്കിൽ ശ്രീപാദ മണ്ഡപമാണ്. അതായത് ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്യാകുമാരി ദേവി കന്യയായിരുന്നപ്പോൾ, അതായത് പാർവതി ദേവി കന്യയായിരുന്ന സമയത്ത് ഇവിടുത്തെ പാറയിൽ വന്ന് ഒറ്റക്കാലിൽ തപസ് ചെയ്തത്രേ. അങ്ങനെ ശിവന്റെ കൈ പിടിച്ച് പോവുകയാണ് ചെയ്തതത്രേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽപാദം പതിഞ്ഞിട്ടുള്ളൊരു പാറ അവിടെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉള്ളിലേക്ക് കയറി വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. കന്യാകുമാരി ദേവിയുടെ പാദം പതിഞ്ഞിട്ടുള്ള പാറയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളവിടെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഗ്ലാസ് ബ്രിഡ്ജ്. നിങ്ങൾക്ക് അറിയാമല്ലോ, റീസെൻ്റ് ആയിട്ടാണ് ഇത് ഉദ്ഘാടനം നടത്തിയത്. ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വരാൻ ഉദ്ദേശിച്ചതിൻ്റെ കാരണം തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാനായിരുന്നു കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടല്ല ചെയ്തേക്കുന്നത്, സെൻറ്ററിലൂടെ കുറച്ച് പോർഷൻ മാത്രമാണ് ചെയ്തേക്കുന്നത്. 2 സൈഡിലായിട്ട് അല്ലാതെ തന്നെ അവർ മാർബിളോ മറ്റോ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുവഴിയും നടക്കാം, അല്ലാതെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാം. അതൊരു ഭയങ്കര ഒരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നമ്മൾ നടക്കുമ്പോൾ തൊട്ട് താഴെ കടലാണല്ലോ. അപ്പോൾ കടലിലുള്ള അലകൾ പോകുന്നതും വെള്ളം ഇങ്ങനെ എരച്ച് കയറുന്നതും കടലിലെ ചെറിയ ചെറിയ ചിപ്പിയും കക്കയും ഒക്കെ പോകുന്നതൊക്കെ കാണാനായിട്ട് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാതെ നിങ്ങൾ പോകരുത് കേട്ടോ. നമുക്ക് താഴോട്ട് നോക്കുമ്പോഴേക്കും നല്ല രീതിയിൽ പേടി തോന്നും. എനിക്കാണെങ്കിൽ തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അല്ലാതെ അങ്ങോട്ട് മാറി നടന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പേടി തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കണ്ട, തൊട്ടപ്പുറത്തുള്ള ഗ്രാനൈറ്റിൽ കൂടി നടന്നാൽ മതി കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോഴേക്കും നമ്മൾ ചെരുപ്പിടാൻ പാടില്ല. നമ്മൾ ഓൾറെഡി ചെരുപ്പൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ സൂക്ഷിക്കാനായിട്ട്. ചെരുപ്പിടാതെ വേണം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്ന് നേരെ പോകുന്നത് നമ്മുടെ തിരുവള്ളുവർ സ്റ്റാച്യൂയിലേക്കാണ്. തിരുവള്ളുവർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കവിയാണ്. തിരുവള്ളുവരാണ് തിരുക്കുറൾ എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്ന് നേരെ തിരുവള്ളുവർ സ്റ്റാച്യൂയിലേക്കാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ല ഉയരത്തിലാണിത് പണിതേക്കുന്നത്. 133 അടി ഉയരമാണ് കേട്ടോ ഇതിനുള്ളത്. ഇവിടെയും ഭയങ്കര തിരക്കായ കാരണം കൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇവിടെ എവിടെ വന്ന് നിന്നാലും നല്ല രീതിയിലുള്ള കടൽക്കാറ്റടിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്വാസം എടുക്കാനും ഒക്കെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ മറന്നു പോകുന്നുള്ളതാണ് കേട്ടോ സത്യം. നമ്മൾ ഈ സ്റ്റെപ്പ് വഴി കയറി നേരെ മേലേക്ക് ചെല്ലുമ്പോഴാണ് ആ തിരുവള്ളുവർ സ്റ്റാച്യു കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് വഴി കയറി പോകുന്നതിനിടയിൽ തന്നെ ഓരോ സൈഡിലായിട്ട് ചെറിയ ഓപ്പൺ ആയിട്ടുള്ള ജനൽപ്പാളികൾ പോലെ കൊടുത്തിട്ടുണ്ട്.
ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ കടലിൽ നിന്നുള്ള കാറ്റുള്ളിലേക്ക് കയറാനാണ് കേട്ടോ. അപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കും. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ തല ഇങ്ങനെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. നമുക്ക് കയറുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കയറി മേലേക്ക് വന്നാലാണ് ഇതിൻ്റെ ഈ സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പുറത്ത് നിന്നാണ് ഇത് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും നല്ല തിരക്ക് കാരണം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് കാണാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബോട്ടിൽ കയറണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിവേകാനന്ദ പാറയിൽ നിന്നുകൊണ്ട് എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കുള്ളൂ. പിന്നെ തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിനും നടക്കുമ്പോഴേക്കും ഇതുപോലെ തിരുക്കുറൽ എല്ലാം ഇങ്ങനെ എഴുതി വെച്ചേക്കും. ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ തിരുക്കുറൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ വായിച്ചിട്ട് നേരെ ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഒരു 11 മണിയോടുകൂടി ഞങ്ങളെല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങി. ഏകദേശം ഒരു 9:30 ആയപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തിയതാണ് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോയത്. പിന്നെ നിങ്ങളിവിടെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊണ്ടുവരാം. എന്നാൽ വരുന്ന വഴിക്ക് ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് കഴിക്കുന്നെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങൾ സ്നാക്സ് ഒന്നും എടുത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നന്നായിട്ട് വിശപ്പും തുടങ്ങി. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരികെ ക്യൂ നിന്നിട്ട് തന്നെയാണ് ബോട്ടിലേക്ക് തിരികെ പോകുന്നത് കേട്ടോ. അപ്പോൾ തിരികെ പോകുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ഒരു സുരക്ഷയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് പേടിക്കാനൊന്നും ഇല്ല, ജാക്കറ്റൊന്നും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ എന്നാലും ഞങ്ങളതൊക്കെ ഇട്ടിട്ടാണ് പോയത്. കുറച്ച് പേരൊക്കെ അതൊന്നും ഇടാതെയൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടോ. കുറച്ച് പേരൊക്കെ അവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട് ബോട്ടിനുള്ളിൽ. അവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ആകെ വിശന്ന് തളർന്ന് അവശരായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത്. അമ്മയും അച്ഛനെയൊക്കെ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. അവർക്കൊക്കെ രാവിലെ നമ്മൾ അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ മുഖത്ത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ടിട്ട് നേരെ നമ്മുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് ഇവിടെ തന്നെ, അതായത് നമ്മൾ ക്യൂ നിന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തേക്ക് പോകുന്ന എക്സിറ്റ് ചെയ്യുന്ന വഴിയിൽ കരിക്ക് വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കരിക്ക് നമ്മൾ കുടിക്കും. എന്തായാലും നമ്മൾ ദാഹം നമുക്ക് അത്രയ്ക്കും കാണും കേട്ടോ. അവിടെ നിന്ന് തിരികെ വരുമ്പോഴേക്കും നമ്മളത് അറിയാതെ കുടിച്ചു പോകും. അങ്ങനെ ഞങ്ങളും 3 കരിക്കിന് ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ടാണ് ഇവിടുന്ന് പോകാനായിട്ട് പോകുന്നത്. പിന്നെ കരിമ്പ് ജ്യൂസുണ്ട്, വാട്ടർ ബോട്ടിലുകളുണ്ട്, പിന്നെ അല്ലാതെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് റൂമിലേക്ക് പോവാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇനി നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിട്ടുള്ള ഒരു ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മാരുതി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഭക്ഷണമാണ്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ട് ചോറൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ തമിഴ്നാട് റെസിപ്പീസാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. പക്ഷേ നല്ല ഫുഡാണ്. നമുക്ക് വെജിറ്റേറിയൻ ആയതുകൊണ്ട് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. മാരുതി ഹോട്ടൽ എന്ന് പറയും. അവിടെ പോയിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിൽ വന്ന് വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ആണ് നമ്മളിനി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം ഒരുപാടുള്ള കാരണം കൊണ്ട് നമ്മൾ 1-2 സ്ഥലം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് പൊതുവേ അങ്ങനെ ആരും വരാത്ത സ്ഥലമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അതായത് അധികം അങ്ങനെ ആർക്കും അറിയാത്ത ഒരു സ്ഥലമാണ്. വട്ടക്കോട്ടയെന്നാണ് പറയുന്നത്. നമ്മുടെ വിവേകാനന്ദ പാറയിൽ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നേരെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. 25 രൂപയാണ് ഒരാളിൻ്റെ റേറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് കയറുവാണ് കേട്ടോ. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു സ്ഥലമൊക്കെ. പിന്നീട് അത് തമിഴ്നാടിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അത്രേ. അപ്പോൾ ഇത് പണ്ട് കാലത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കെട്ടിയിട്ടുള്ള കോട്ടയെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പണ്ട് കാലത്തെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്രേ ഈ കോട്ട ഉപയോഗിച്ചിരുന്നത്. വൃത്താകൃതിയിലാണ് ഈ കോട്ട കാണപ്പെടുന്നത് അത്രേ. അതുകൊണ്ടാണ് ഇതിനെ വട്ടക്കോട്ട എന്ന് പറയുന്നത്. വട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കിൾ അല്ലേ. അപ്പോൾ വൃത്താകൃതി
ആകൃതിയിലുള്ള ഒരു ഭൂപ്രദേശം ആയതുകൊണ്ടാണ് അതിനെ വട്ടക്കോട്ട എന്ന് പറയുന്നത് അത്ര. ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഇന്ന് ഇവിടെ അത്യാവശ്യം അധികം തന്നെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കുളമാണ് കേട്ടോ. പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുളമാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കന്യാകുമാരിയിൽ കണ്ടിട്ടുള്ള അത്രയും ആളും ബഹളവും തിക്കും തിരക്കും ഒന്നും ഇല്ലാത്ത വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് നല്ല നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വന്ന് നമുക്ക് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് വഴി നമുക്ക് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബീച്ച് കാണാനായിട്ട് പറ്റും. അവിടെയൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. ഒന്നുകിൽ രാവിലെ വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ സൂര്യാസ്തമയ സമയത്ത് വരിക കേട്ടോ. ആ സമയത്ത് വരുമ്പോഴാണ് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര രസമാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു 3-3:30 ആയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വെയിലൊന്നും താഴ്ന്നിട്ടില്ല, നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുട്ടുപൊള്ളുന്ന വെയിലിലൂടെ ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ അതേ കണ്ടോ, 4 ചുറ്റും ഇങ്ങനെ കടലാണ്. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. ഈ കടലിൽ നമുക്ക് ഇറങ്ങാനായിട്ട് വേറൊരു വഴിയുണ്ട്. അത് ഇതുവഴിയല്ല ഇറങ്ങേണ്ടത്. ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ ടണലുണ്ട് അത്രേ. അത് പത്മനാഭ പാലസിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അത് പറയപ്പെടുന്നൊരു കാര്യമാണ്. അത് അത്രത്തോളം ഉറപ്പൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. പറഞ്ഞു കേട്ടുള്ളൊരു അറിവ് മാത്രമാണ്. പിന്നെ ഈ ബീച്ച് കണ്ടോ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത്രയും അധികം തിരക്കൊന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ബീച്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ബീച്ചിലേക്ക് പോകാനായിട്ട് വേറൊരു വഴിയാണുള്ളത്. നമ്മൾ ഈ കാണുന്ന ഭാഗത്തൂടെയല്ല കേട്ടോ വരേണ്ടത്. പിന്നെ പറഞ്ഞല്ലോ, പണ്ടത്തെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ചേക്കുന്നതൊക്കെ ഈ കോട്ടയിലാണത്രേ. യുദ്ധം നടത്തുന്ന സമയത്തൊക്കെ ഇവിടെ വന്നാണ് യുദ്ധം ചെയ്യുന്നതും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് എന്തായാലും നമുക്ക് കുറച്ച് നേരം വന്നിരുന്നാൽ നല്ല രീതിയിൽ മൈൻഡൊന്ന് റിലാക്സ്ഡ് ആവും. നല്ല തണുത്ത കടൽക്കാറ്റും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പച്ചപ്പും ഹരിതാവയും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഏകാന്തമായി ഒന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ഇരിക്കണമെന്ന് തോന്നിയാൽ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ ഈവനിങ് ടൈമിൽ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇത് മൊത്തം ഈ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കോട്ടയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആണ് ഈ കോട്ട നിർമ്മിച്ചേക്കുന്നത്. അന്നത്തെ കാലത്ത് ആ ഒരു ആർക്കിടെക്ചറൊക്കെ അറിയാമല്ലോ, അത്രയും നല്ല സ്ട്രോങ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരികെ വരുന്ന വഴിയിൽ രാമായണ ദർശനം കാണാനായിട്ട് കയറിയിട്ടുണ്ട്. അതും ഈ വട്ടക്കോട്ട കഴിഞ്ഞിട്ട് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഈ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നത്, അറിയത്തില്ല. അപ്പോൾ ഇവിടെയും റേറ്റ് വരുന്നത് 30 രൂപയാണ്. ടൈമിംഗ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമായണത്തിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ പിക്ചറൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ചിത്രങ്ങളായിട്ട് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ 2 നിലയാണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. താഴത്തെ നിലയിലാണ് നമുക്ക് രാമായണത്തിൻ്റെ സ്റ്റോറീസ് എല്ലാം കാണാൻ പറ്റുന്നത്. മേലത്തെ നിലയിൽ വന്നിട്ട് പത്മനാഭ സ്വാമിയുടെ ഒരു സ്റ്റാച്യു പോലെയും പിന്നെ നമ്മുടെ ശ്രീ കന്യാകുമാരി ദേവിയുടെയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, സൈലൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ചെരുപ്പ് ഇട്ടിട്ട് കയറാൻ പാടില്ല. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. പിന്നെ നേരെ നമ്മൾ വരുന്നത് സൺസെറ്റ് വ്യൂ പോയിൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസവും സൺസെറ്റ് വ്യൂ പോയിൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ, 2 ദിവസം സ്റ്റേ ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ന്യൂസിൽ കണ്ടോയെന്ന് അറിയത്തില്ല. കന്യാകുമാരിയിൽ ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടെന്ന്
കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രനും ഉദിക്കുന്നതായിട്ടുള്ളൊരു അത്ഭുത പ്രതിഭാസമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് പറ്റി. പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് തൊട്ട് പുറകിലായിട്ട് ഇപ്പോൾ പുതിയൊരു ഷോപ്പിംഗ് ഏരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഏരിയ എന്ന് പറയുന്നത് തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ ആ ഒരു ഭാഗത്തുള്ളതായിരുന്നു. അതായത് നമ്മുടെ ബോട്ടിംഗ് സർവീസ് നടത്തിയിട്ടില്ലേ, അതായത് ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തുള്ളതായിരുന്നു. പക്ഷേ ഇത് നമ്മൾ സൺസെറ്റ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടുത്തെ ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ വില കുറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. 5 രൂപ ഷോപ്പിംഗ് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് കയറിയിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരികെ പോകുന്ന വഴിക്ക് ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇനി നെക്സ്റ്റ് ഡേയിലത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് കന്യാകുമാരിയിലെ ബാക്കി വിശേഷങ്ങൾ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.